ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിനാൻസ് കുക്കിംഗ് വേൾഡ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്, അല്ലെങ്കിൽ നമുക്കൊരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വ്ളോഗ് എന്നും പറയാം. വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒരുപാട് ഷോർട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ വ്ളോഗൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സമയം 6:30 നല്ലൊരു പ്ലസൻറ്റ് മോർണിംഗ് ആണ്. അപ്പോൾ ഈ ഒരു തണുത്ത ക്ലൈമറ്റിൽ നല്ല ചൂടുള്ള ചുക്ക് കാപ്പി കുടിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കി നോക്കാം. ഉമ്മ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ദോശയും കടലക്കറിയുമാണ്. അപ്പോൾ നീർദോശയുടെ റെസിപ്പി നമ്മൾ ഇതുവരെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും റെസിപ്പി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ചായ കുടിച്ചിട്ട് വരാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. വീട് മുഴുവനായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം നമ്മളൊരു ഹോം ടൂർ വീഡിയോസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇത് കുറച്ച് പെയിൻറ്റിങ്സ് എൻ്റെ അനിയത്തി ചെയ്തതാണ്. അപ്പോൾ ഇത് റൂമിൻ്റെ ടോപ്പിൽ, നമ്മുടെ കബോർഡിൻ്റെ ടോപ്പിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലഞ്ചിന് എന്താ നോക്കിയാലോ. അപ്പോൾ ഉമ്മ ഉച്ചക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കുള്ളത് വെണ്ടക്കക്കറിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കൂർക്കപ്പേരും ചേന പൊരിച്ചതും ബീഫ് കൊണ്ടാട്ടമാണ്. ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്താ നമുക്ക് കണ്ടാലോ. അപ്പോൾ ഞാനിവിടെ ഓറിയോ പൊടിച്ചെടുത്തതാണ്. അതിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ പാല് ആവശ്യത്തിന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. ഏകദേശം ഈ ഒരു കട്ടി വരുന്നത് വരെ നമ്മൾ പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ കപ്പ് കേക്കിൻ്റെ മുകളിലോട്ട് നമ്മൾ ആദ്യം കുറച്ച് ബാറ്റർ ഒഴിച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് കോമ്പൗണ്ടാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 25 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓരോ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആകുമ്പോഴത്തേനും സമയം ഏകദേശം 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് കഴിക്കാം. ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വരുന്നത്. കുറച്ച് മരങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വരുന്നത് സപ്പോട്ടയാണ്. അപ്പോൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സപ്പോട്ട ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. കുറേ വലുതൊക്കെ നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സപ്പോർട്ടയുടെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഒരു ആപ്പിൾ ചാമ്പയും അതുപോലെ തന്നെ ഒരു മാവ് നിൽക്കുന്നുണ്ട്. ആപ്പിൾ ചാമ്പ ഉപയോഗിച്ച് 2 നല്ല കിടിലൻ ജ്യൂസസിൻ്റെ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ആപ്പിൾ ചാമ്പയുടെയും മാവിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു റംബുട്ടാനും കൂടെ ഉണ്ട്. അതിൻ്റെ നടുവിലായിട്ടാണ് നമ്മൾ ഇതുപോലെ ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതാണ് നമ്മുടെ റംബുട്ടാൻ വരുന്നത്. അതിൻ്റെ മുകളിലുള്ളത് പച്ച റംബുട്ടാനാണ്. പഴുത്തതൊക്കെ നമ്മൾ കുറച്ചൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ റംബുട്ടാൻ ഉണ്ടാകുന്ന സമയത്ത് അത് പഴുക്കുമ്പോഴേക്കും തത്തയും മണ്ണാനും എല്ലാവരും വന്നിട്ട് പച്ച റംബുട്ടാൻ വരെ കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് റംബുട്ടാൻ ഇനിയും അതിൻ്റെ മുകളിലായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഹോം ടൂർ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ നമ്മുടെ മഴ പെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മഴ പെയ്യുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്നാക്സ് ഉണ്ടാക്കിയിട്ട് വരാം.
അപ്പം ഞാനിവിടെ ഒരു ബൗളിൽ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ അതിലോട്ട് ഒരു 1/4 കപ്പ് മൈദയും 1.5 കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒരു പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ബാറ്റർ ഒന്നായി വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്തെടുക്കാം. ഞാനിവിടെ സമൂസക്കൊക്കെ തയ്യാറാക്കുന്ന അതേ മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മസാലയുടെ റെസിപ്പി ആവശ്യമുള്ളവർ നമ്മുടെ സമൂസയുടെ വീഡിയോ കണ്ടു നോക്കാം. ഇതിന് മുമ്പ് നമ്മൾ ഇറാനി പോൾ ഉണ്ടാക്കുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കണ്ടു നോക്കുക. അപ്പോൾ 2 വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ ടാഗായിട്ട് കൊടുക്കാം. ഇനി നമ്മൾ മസാലയുടെ മുകളിലോട്ട് കുറച്ച് കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടെ മസാല അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുത്തതാണ്. ഏകദേശം ഒരു 20 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറാനി പോള റെഡിയായി വന്നിട്ടുണ്ട്. എനിക്ക് ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇറാനി പോളയുടെ വീഡിയോ കണ്ടു നോക്കുക. ഞാനൊരു ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല ചൂടുള്ള ചായയുടെ കൂടെ കഴിക്കാം. അപ്പം നമുക്കിനി സ്നാക്സ് കഴിച്ചാലോ? അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചു. നല്ല മഴയായിരുന്നു. നമ്മുടെ സ്നാക്സ് അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഏകദേശം സമയം 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. രാത്രി നമുക്ക് സ്പെഷ്യലായിട്ടൊന്നുമില്ല. നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് തന്നെയാണ് രാത്രി കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.